ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കണം. എന്നാൽ ലൈറ്റ് ആയിട്ടൊരു ഗെയിം കളിച്ചാലോ? അത് നിങ്ങൾ ഹെവി ആക്കുവോ? നോക്കാം. ശരി, ഓക്കെ. ഷിയാസെ കിളി പോയിരിക്കണോ? സുഖല്ലേ? എന്താ സംഭവം ഇങ്ങനെ നോക്കാറുണ്ടോ? എങ്ങനെ കളിക്കും അറിയൂ? ഇല്ല. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും കളിക്കാൻ വരണ്ടായിരിക്കാം. ഒരാള് ഫസ്റ്റ് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്ലാസ് ഈ ഒരു പോർഷനിൽ കടിച്ചു പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ബോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കടിച്ചു പിടിച്ചിട്ട് ഈ പോയിന്റിൽ നിങ്ങളുടെ വേറൊരു ടീം മെമ്പർ നിൽക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് കടിച്ചു പിടിച്ചിട്ട് അതിലേക്ക് ഈ കടിച്ചു പിടിച്ച ഗ്ലാസ്സിൽ നിന്നും ഈ ഒരു ബോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ കളക്ട് ചെയ്ത ബോളും കൊണ്ട് ആ മെമ്പർ പോയിട്ട് ആ ബൗളിലേക്ക് ഇടണം. ഓക്കെ, ആ ഒരു ടണലിലേക്ക് ഇടണം. അതാണ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മൂവിംഗ് ഓൺ ടു ദി ഗെയിം. കപ്പും സോസറും എന്ന് പറയുന്ന പോലെ കപ്പും ബോളും. അപ്പോ ഇവിടുന്ന് കളിക്കാൻ വരുന്നത് ഒന്ന് നമ്മുടെ അമൃതയും പിന്നെ സ്വാതിയാണ്. ആൻഡ് ഇവിടുന്ന് അനുവും അതുപോലെ തന്നെ അനു സ്ക്വയർ. ശരി, മാക്സിമം നമ്പർ ഓഫ് ബോൾസ് ഏത് ടീം ആയിരിക്കും കളിക്കുക? ക്വസ്റ്റ്യൻ മാർക്ക്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അനു നീ ഇവിടെയെങ്കിലും ഒന്ന് താന്നുകൊടു. നിനക്ക് കാണാൻ താഴെ പോയി. അതന്നെ താഴ്ന്നോട്. ആ ഓക്കെ ഓക്കെ. സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന നോക്കിയിരുന്ന നോക്കിയിരുന്ന. Very good, super. Very good, 1 point. ശ്രദ്ധിക്ക് മക്കളെ, ശ്രദ്ധിക്ക്. ഞാൻ പറഞ്ഞു തന്നാലും കളിക്കാം. ഞാനിങ്ങനെയാണ് പറഞ്ഞത്. ഒരുപാടായി. അവിടെ ഒരുപാടായി. വെപ്രാളം വേണ്ട, വെപ്രാളം വേണ്ട. ലെവലിൽ താഴെ, ലെവലിൽ അങ്ങനെ. ശരി, അപ്പൊ ഇതിലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവർ ആദ്യം മുതലേ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. ഇവർക്ക് കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ കൺഗ്രാറ്റുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ടോട്ടൽ സ്കോർ വന്നപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ട്രൈ ഉണ്ടല്ലോ, നിങ്ങളുടെ കോർഡിനേഷൻ വാസ് സൂപ്പർ. 12 പോയിന്റ്സ് ആണ് 2 ടീമിനും കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് അതൊരു ടൈ ആയി മാറിയിരിക്കുകയാണ്. സോ നമ്മൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കളിക്കാൻ വരുന്ന അസീസ് കെയും ഷിയാസ് ബൈം ആൻഡ് ഇവിടെ കളിക്കാൻ വരുന്ന ബിൻചേട്ടൻ ആൻഡ് നവീൻ ബ്രോ. സോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കുറച്ചുകൂടി.
ഇതിനകത്തിന്റെ തല അങ്ങോട്ട് ചായ്ക്കാം. ഇല്ല, ശരി. തല അങ്ങോട്ട്. നേരെ ഓപ്പോസിറ്റ് ആക്കി കൂടെ. ഓപ്പോസിറ്റ് ആക്ക, നിങ്ങൾ ഓപ്പോസിറ്റ് തിരിച്ചുപിടി ചേട്ടൻ. ആ ഓക്കെ. ഈശ്വരോ ഇതെന്തൊരു പാട് ഇങ്ങനെയൊന്നും അല്ലടാ. അത് പറ്റൂല. ഏയ്, അത് തിരിച്ചു വെക്ക്. ഗ്ലാസ് തിരിച്ചു വെക്ക്. വെരി ഗുഡ് വെരി ഗുഡ്. പിടിച്ചോട്ടെ. നിങ്ങൾ നോക്ക്. സ്റ്റോപ്പ്. പിടിച്ചോണ്ട് നിൽക്കാൻ പോയി നോക്ക്. എന്ത് നീ പിടിച്ചോണ്ട് നോക്ക്. പോയിന്റ്. വെരി ഗുഡ്. നിങ്ങൾ എവിടെ? ഇവിടെ അടുത്ത് വാ. അടിപൊളി. പൊളിച്ചോ പൊളിച്ചോ. അങ്ങനെ പോട്ടെ പോട്ടെ. അങ്ങനെ വെരി ഗുഡ്. അടിപൊളി. സമയം കഴിഞ്ഞു. അപ്പോ ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് എന്നിട്ട് ആവശ്യമില്ലാന്ന് വേണം പറയാനായിട്ട്. ദാറ്റ് മീൻസ് അത് നേരത്തെ ടൈ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ 12-12. ഇപ്പൊ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്താ പറയാ, അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു നവീൻ ചേട്ടൻ ആൻഡ് വിനു. അടിപൊളി ഇവിടെ എന്താ രണ്ട് ഇത്രയും വലിയ മല്ലന്മാരുണ്ടായിട്ട് ഞങ്ങൾ തമ്മില് ഒരേ ഹൈറ്റ് ഗ്ലാസ് വെച്ചുകൊണ്ട് ദിശ മാറിപ്പോയി. വേറൊന്നല്ല ഞങ്ങള് ഇന്നിപ്പോ ജയിക്കാൻ കാരണം ലക്ഷ്മിയാണ്. ലക്ഷ്മി ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു തന്നു. ആ രീതിയിൽ ഗ്ലാസ് വെച്ചിട്ടാണ് സംഗതി വിജയിച്ചത്. നല്ലൊരു ഗൈഡ് ലക്ഷ്മി. ഒരു പാട്ടിട്ട് ഞങ്ങൾ ഈ വിജയം ഒന്ന് ആഘോഷിക്കട്ടെ. ആഹ്ലാദിപ്പിൻ. പണ്ടൊക്കെ കൊടുത്ത അത് പിന്നീടെന്നാണ്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം 24 മണിക്കൂർ. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ഇല്ല. 24 മണിക്കൂർ തികഞ്ഞ ആ ഒരു അടി അച്ചട്ടാണ്. കാരണം എല്ലാം കമ്പ്യൂട്ടർ യുഗമല്ലേ, എല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയതുകൊണ്ട് അപ്പപ്പളാ. അതെ, നല്ല സുഖാണ്. അയ്യോ, ഇതെന്താ കാണിച്ചിട്ടേ ഉള്ളോ? എന്താ ചെയ്യണേ? എന്തോ നക്കിയെടുത്തതാ. നക്കിയെടുത്തതിന്റെ പവർ ഇപ്പൊ കാണിച്ചു തരാം. ഇത് ചാട്ടവാറടിക്ക് മുന്നുള്ള മാമ. അതെ അതെന്തോ നിലത്ത് പൈസ പോയി നോക്കായിരിക്കും. പൈസയല്ല, നക്ഷത്രം പിടിക്കാനുള്ള പരിപാടി. പിടിച്ചോടെങ്കോളൂ. എല്ലാരും കൂടെ ഏറ്റുവാങ്ങൂ നിങ്ങൾക്കുള്ള ട്രോഫി. എന്റെ ചാട്ടേ ഉള്ളത് കൊണ്ടങ്ങ് പൊലിപ്പിച്ചേക്കണേ. പൊലിപ്പിക്കില്ലേ? പൊലിപ്പിക്കണോട്ടോ. ശരി, അപ്പൊ ആരെ വേണം, ആര് വരുന്നൊക്കെ വേഗം ടപ്പ് 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 ചെയ്യുന്നാവണം. ആരെ നിങ്ങളെടുത്താലും എനിക്ക് വേണം. എനിക്ക് അടിക്കണം ആഗ്രഹം അസിസിക്കാണ്. പക്ഷെ ഞാൻ അടിച്ച ഏക്കോ ഏൽക്കാത്തത് വരെ ഏൽപ്പിക്കണം. അടിച്ചേൽപ്പിക്കണം എന്നറിയില്ലേ? ആക്ഷൻ ഹീറോ ബിജു ഫെയിം അസീസ് ഒരു പെങ്കൊച്ചന്റെ കയ്യിൽ നിന്ന് അച്ഛരം പുച്ഛരം അടികൊള്ളുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആഹ്ലാദിപ്പിൻ. ഇത് സ്വാതിയല്ലല്ലോ അടിക്കണേ, പ്രതീക്ഷല്ലേ? ഞാൻ കല്യാണം എന്നെ വിളിക്കാത്തോണ്ട് ഞാൻ പ്രതീക്ഷനാണ് അടിക്കുന്നത്, നിന്നെ അല്ല. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
അസീസിനെ അടിക്കുമ്പോ പുറത്തടിച്ചോണം. മുഖം തിരിച്ചു. നമ്മൾ പുറകിൽ നിന്ന് നോക്കുമ്പോ തിരുവനന്തപുരത്തേക്ക് പോകണം ജയന്തിജന്റെ എക്സ്പ്രസ് പോകണ ഗുണം ഉണ്ടായിരിക്കണം പുറത്ത്. റെഡി Last വാക്ക്. 2 3 ഗോ. നന്നായിട്ട്. ശരി, അടുത്തത് ആരെ വേണം? മാറി വരുന്നു. ഐശ്വര്യ വേം പറയൂ. ആ അനു ചേച്ചി ബാബാ ആ ഡോർ കർട്ടൻ അങ്ങ് മാറ്റുവാണെങ്കിൽ ആ കൊച്ചിനെ അടിക്കാമായിരുന്നു. ബാക്കിലെ മുടി മാറ്റി ആ കേശഭാരം എടുത്ത ഫ്രണ്ടിലേക്ക് ഇട്. കൈ ഇതോട്ടോ, കൈ ഒടിയും. അതാണോ ആ സൈഡിൽ വേസ്റ്റ് ആവല്ലേ? കൈ മാറ്റിക്കോളൂ. 1 2 വല്ലി. 3 ഹലോ ഓടാൻ ഗോല്ല. ഹലോ, ഇത് ഓട്ട മത്സരമല്ല. നിരവധി സീരിയലുകളിൽ സത്യഭാമയെ അനിശ്ചിതമാക്കിയ അനു അടികൊണ്ട് പൊളയുന്നു. നല്ല സുഖം. താങ്ക് യു. അയ്യോ രാമൻ ചെല്ല്. ഒരു അവസരം കിട്ടുമ്പോ ആളും തരവും നോക്കാതെ കക്ഷം ഉണ്ടെന്നോ? എനിക്കുണ്ടൊരു കക്ഷം. ചിരിച്ചു മയക്കാനൊന്നും നോക്കണ്ട, ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടില്ല. മറിയ മാസ്ക് ഒക്കെ വെച്ചാൽ മൂക്കിൽ ചോര തെറിക്കും. ഇതെന്തൊരു ബാലയാ. അടി കൊള്ളുമ്പോ ചിരിക്കണ ആദ്യമായിട്ട് തോന്നും. അതെ, നീ തടവറയിലെ സീമയും ഞാൻ എം എൻ നമ്പ്യാരാ. ഒറ്റയടിക്ക് മുടി സ്ട്രെയിറ്റ് ആയി പോകും, ഫ്രണ്ടിലേക്ക് മാറ്റി. അത്രയ്ക്ക് അടിക്ക് ഭയങ്കര ചൂടാ. അതാ റെഡി. അല്ല, ഇങ്ങനെ കടിച്ച് രണ്ടാക്കി അങ്ങ് വിട്ടാലോ? 1 2 3 It's too much. അനു എന്താണ് കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നത്? എന്താണ് ഇപ്പോ ഈ കുട്ടിക്ക് തോന്നുന്നതെന്ന് കുട്ടിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പറയൂ കുട്ടിക്ക്, എന്താണ് ഇപ്പോ തോന്നുന്നത്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, നല്ല സുഖമുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിക്ക് ഇനി ഇതുപോലത്തെ നല്ല സുഖം ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ ബിനുവിനോടൊപ്പം ബിനു. ശരി, അടുത്താള്. മുകേഷൊക്കെ ചെയ്യുന്ന ആളല്ലേ? വാ, അടി കൊണ്ടിട്ട് വാ. കാരണവരിങ്ങ് വാ. എന്തായിരുന്നു ഓഡീസറിനാ? അതല്ല, ഒരു ആളെ ഒരിടത്ത് വിളിച്ചു വരുത്തിയിട്ട് ഈ പണിയൊന്നും ചെയ്യും. കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് നേരത്തെ കിട്ടിയത് കൊണ്ടും ആളായത് കൊണ്ടും ഞാൻ ഈ ഭാഗത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. പൂക്കാലം വന്നു, പൂക്കാലം തേനുണ്ടോ തുള്ളി. പൂക്കാലം എന്നുള്ള പാട്ടല്ലേ ഉള്ളേ? നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. അപ്പോ almost എല്ലാം കഴിഞ്ഞു. ഹലോ, ഒരാളുണ്ട്. ധന്യമായ മുഹൂർത്തത്തിലേക്ക് കണ്ടു. വിളിക്കാതെ തന്നെ കടന്നു വരുന്ന ആളെ കണ്ടു. പെങ്ങടെ മോനും കൂടെ ഉള്ളതും കൊടുത്തേ. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, രണ്ട് മാംസപിണ്ഡങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. സ്റ്റാർ മാജിക്കിൽ ഒരേ ഒരു പുലിയെ വാഴൂ, അതാണ് ഈ നവീൻ. അത് കഴുതപ്പുലി. അതൊരു കഴുത അവിടെ ഇരുന്ന് പറയുന്നത്. മൊമയ്ക്കാവുന്ന അടിയെടുക്കാം. പൊസിഷൻ കറക്റ്റ് ചെയ്താ. കൈ മാറ്റിക്കോ. നാണം കെട്ടവനെ. ഇപ്പൊ പെങ്ങടെ മോനുണ്ടല്ലോ, സെറ്റി കയറി മുടി ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും, ഇങ്ങനെ പേടിച്ച്. ഷിയാസ ഇങ്ങനെ കരയരുത് കേട്ടോ, കണ്ണുനീര് വീണ് മീശ ഇനിയും വളരും. 1 2 3 എന്തോ നടന്നു. നിങ്ങൾ ബ്രേക്ക് ഡാൻസ് കളിക്കാണ് രണ്ടുപേരും കൂടി. ഓക്കേ, കാര്യങ്ങളൊന്നും നോക്കട്ടെ. റെഡി? 1 2 3 ഗോ. കൈ മാറ്റിക്കോ. മോനോട് എന്താ പറയാനുണ്ടോ? അവൻ പറയാൻ പോണേ, അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ എന്നാ പറയാൻ പോണേ. കൊച്ചിനെ കൂട്ടുപിടിക്കാതിരിക്കാൻ അടിയുടെ വേദന ഇച്ചിരി കുറഞ്ഞു. മോന്റെ മാമൻ വരുന്നുണ്ടടാ, ഇത്തവണ വാങ്ങിട്ടാ വരണെന്ന് പറ. കൊടുത്തിട്ട് വാങ്ങിയിട്ട് വരണ്ട്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇതാണ് കൊടുക്കാനുള്ളത് കൊടുത്തു, കിട്ടാനുള്ളത് കിട്ടി. 24 മണിക്കൂറിന്റെ ഒരു വ്യത്യാസം. പക്ഷേ 24 മണിക്കൂറുകൾ ഇനിയും കിടക്കുകയാണല്ലോ. നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ. അപ്പുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞാൻ ഇനിയും വരും, അടിയും കൊള്ളൂ.
ഇടത് മാറി വലത് മാറി. ഏത് പാർട്ടിയില്? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് ഇടയ്ക്ക് കയറി വെട്ടാൻ നിൽക്കരുത്. വാള് വെച്ചൊരു കൊത്തു വന്നിട്ടുണ്ടല്ലോ, ഓ ശരി. സൗണ്ട് തോമയിലെ ദിലീപിന്റെ കൂട്ടായി പോകും. ആയുധം വെച്ചിട്ടുള്ള കളിയാ. അപ്പൊ അതിന് ഇടയ്ക്ക് കയറി ഓരോ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അളിയാ അറിയാലോ, കളി നമ്മൾ കളരിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള അറിയാം. അതുകൊണ്ട് ക്ഷമിക്കണം. വലത് വെച്ച് ഇടത് വെച്ച് മോതിരം വെച്ച് മോതിരം വെച്ച് അത് മറിച്ചു വെച്ച് പലിശ കയറി ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വന്നു. ഞാൻ എന്ത് ചെയ്യും? എന്റേത് ഞാനിത് കൂടെ പോണേ. അതെ, കളരിയുടെ അടവും ബാങ്കിലെ അടവും കൂടെ ഒന്നിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തടുക്കാൻ പറ്റാനായി. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, പറയാതല്ലേ കയറി വന്ന്. എന്ത് ചെയ്യും? വലത് വെട്ടി ഇടത് വെട്ടി നടുവെട്ടി ബാക്കി നടുവെട്ടി ബാക്കി ബാക്കി പോട്ടെ. എന്റെ അടുത്ത സ്റ്റെപ്പ് നടുവെട്ടിയെന്ന് ഇതാണോ നടുവെട്ടി സപ്പോർട്ട് ചെയ്ത് ചവിട്ടി തിരുമിക്ക്. ഒന്ന് ഞൊട്ട പൊട്ടിച്ചൂട്. അല്ല അതെ ആരെ മനസ്സിലായില്ല. ഗുരുക്കൾ കുരുക്കളാ? ദേഹം മുഴുവനും ഉണ്ടോ? ഇല്ല, അവിടെ ഇവിടെ ഒക്കെ. എടാ ഞാൻ ബെല്ലാം ഞാൻ ചെയ്യൂട്ടോ. ഞാൻ ഗുരുക്കളല്ലാന്ന്, കളരി ഗുരുക്കൾ. ഓ ഗുരുക്കൾ. ഞാനിവിടെ പല ഈ എപ്പിസോഡ് കാണുമ്പോ പലരും ഇങ്ങനെ ഈ ഗെയിമൊക്കെ തലേ കുത്തി വീഴുക, മുഖമടിച്ച് വീഴുക, മൂക്കടിച്ച് വീഴുക അല്ലേ? പാലം ശരിയായോ? ലോറിയൊക്കെ ഓടി തുടങ്ങിയോ? അതല്ലേ? അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോ, ഇങ്ങനെ നമ്മൾ വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഭ്യാസി അല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊരു അഭ്യാസി ആണെങ്കിൽ കൃത്യമായിട്ട് ചങ്കം തല്ലി അല്ല, കൃത്യമായിട്ട് നമ്മൾ നേരെ വന്ന് വീഴും. അപ്പം ഈ കളരി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗെയിമിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയുമ്പോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു അംഗം വെട്ട് കഴിഞ്ഞിട്ടാ ഞാൻ ആരുമായിട്ട്? ഭാര്യയുമായിട്ട്. ആരെയും കളറിയാച്ചാട്ടിയാ? ഇല്ല, ഭാര്യയോടെ ഞാൻ അംഗം വെട്ടി, ഭാര്യ എന്റെ നടുവിന്റെ ചവിട്ടി പുറത്തു പോടാ നമ്മൾ കടത്തി അങ്ങ് വിട്ടു. അംഗം വിട്ടാറുണ്ടോ? ഇപ്പൊ ഞാൻ അംഗമൊന്നും വെട്ടാറില്ല. ഇപ്പൊ റബ്ബർ വെട്ടും, പുല്ല് വെട്ടും, മറ്റേ കരിക്കൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ സ്ട്രോ ഇട്ട് കൊടുക്കും. കളരിയൊക്കെ ഉണ്ടോ? 18 കളരിക്ക് നാഥൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അങ്ങനെ 18 കളരിക്ക് നാഥനായിരുന്നു ഞാൻ. ഇപ്പൊ ഒരെണ്ണുള്ളൂ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണല്ലോ ഈ കളരിയൊക്കെ തുടങ്ങണത്. ഈ പിന്നെ കണ്ടിട്ടില്ലേ ഈ കളരിയുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ചുരുകയും പരിചയമൊക്കെ വെക്കണമെങ്കിൽ അതിനൊക്കെ തന്നെ വിലയെന്നറിയാമോ? അത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെങ്കിൽ മാത്രമേ അതുപോലത്തെ കളരിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കളരിയൊക്കെ ഇങ്ങനെ സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാധ്യത കയറി, പഠിക്കാൻ പിള്ളേര് വരാതായി, അങ്ങനെ പേയ്മെന്റ് മുടങ്ങി. അങ്ങനെ ഞാൻ ഈ കളരി മൊത്തം അല്ല, ഈ കളരിയിൽ എത്ര കുട്ടികളുണ്ട്? കളരിയില് 3 കുട്ടികളുണ്ട്, കരാട്ടയില് 2 എണ്ണം, കുംഫൂല് 1 എണ്ണം, 2.5 വയസ്സ്. അതല്ലടോ, കളരിയിൽ മൊത്തം എത്ര പിള്ളേരുണ്ടെന്ന്? ഈ സമയത്തും ഈ പ്രതിസന്ധി ഘട്ടത്തിലും കളരിയിൽ എനിക്ക് 150 ശിഷ്യന്മാരുണ്ട്. ഈ ആരോമൽ ചേകവറില്ലേ, ഈ കച്ച കെട്ടുന്ന സമയത്ത് തെങ്ങിൽ കെട്ടിയിട്ടാണ് കച്ച കെട്ടുന്നത്. ഈ കച്ച കെട്ടുന്ന സമയത്ത് തെങ്ങ് ആടി തേങ്ങ തറയിൽ വീഴുമെന്ന് കേട്ടത് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതൊക്കെ ഉള്ളതാണത്. ഇപ്പൊ ഞാനിപ്പോ ഇത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഒരു തെങ്ങയിൽ ഇങ്ങനെ കച്ച ചുറ്റിയിട്ട് ഒന്ന് കെട്ടാനായിട്ട് അതിന്റെ ബലം നോക്കി ഒരു വലി വലിച്ചു. കറക്റ്റ് തേങ്ങ ആടി, എന്റെ ഉച്ചി തന്നെ ചാടിയെന്നേ ഉള്ളൂ. ഇത് കുടുമി കെട്ടിക്കണല്ല, തേങ്ങ ആടിയ മുഴയത് വീണിട്ട് ഇങ്ങനെ രണ്ടായിട്ട്. ഈ എണ്ണയുടെ പരസ്യത്തിനകത്തൊക്കെ ഈ എണ്ണ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരില്ല, തേങ്ങ പൊട്ടിയില്ല, അതേപോലെ അങ്ങ് വന്നിട്ട് തേങ്ങാ വെള്ളം ഇങ്ങനെ വീണ്. ഞാൻ വേറെ സംഭവത്തിന്റെ നേരം മാവൻ 3 നേരം പാൽക്കഞ്ഞ് മാത്രം കുടിക്കുന്ന, പാൽക്കഞ്ഞ് കുടിക്കുന്ന ആളായിരുന്നു പുള്ളി. 3 പേരുടെ തലവെട്ടിയ ആളാ പുള്ളി. പക്ഷെ ഇപ്പൊ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ജയിലിൽ ചപ്പാത്തി മാത്രമല്ലേ കിട്ടുള്ളൂ. 3 പേരുടെ തലവെട്ടിക്കാൻ ഞാൻ നൂൺ ഷോയ്ക്ക് കൊണ്ടുപോകും. ജയിലിൽ പിടിച്ചുവിട്ടുന്നു. ഈ കളരി ഗുരുക്കളായ എന്നോട് അംഗം കുറിക്കാൻ ആണായി പിറന്ന പെണ്ണായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. അയ്യോ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ ഇവിടെ അങ്ങനെ ആരുമില്ല. അതങ്ങ് മനസ്സിൽ വെച്ചാൽ എന്നാ ആണായി പിറന്ന ആരെങ്കിലും വരാം. ഗുരുക്കളെ ഞാനുണ്ട്. നവീൻ ഒരുവിധ കളരിയൊക്കെ അറിയാവുന്ന, അത്യാവശ്യം അടവുകളൊക്കെ അറിയാവുന്ന പേര്. എനിക്കറിയാം. നിന്നെ TV കണ്ടപ്പോഴേ നീ ഒരു അടവിന്റെ ആശാനാന്ന്. അല്ല, അടവല്ല, കളരിയുടെ. എന്താണ് പേരെന്താണ്? നവീൻ അറക്കൽ. നീ വാ, നിന്നെ ഞാൻ അറക്കാൻ. ഞാനിന്ന് നിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്റെ പെണ്ണുമ്പളേക്ക് അവന് ഭയങ്കര ഇഷ്ടാ. അതെനിക്ക് അങ്ങ് സൂഹിക്കുന്നില്ല. അപ്പൊ ഞാനിവിടെ വരുമ്പോ അവനെ വെറുതെ വിടണോ? വേണ്ട.
ജയിച്ചത് കൊണ്ട് ജയിച്ചല്ലോ. ആര് പറഞ്ഞു? ആര് ഞാൻ നവീനെ നിലംപരസാക്കി കളഞ്ഞില്ലേ? അത് നിങ്ങളല്ലേ 3 പ്രാവശ്യം തറ വീഴുന്നത് വെട്ടി. ഞാൻ തറ വീണതല്ല അത്, അതൊരു അടവായിരുന്നു. അത് അടവായിരുന്നു, ഉരുണ്ട് വീണു. ഈ അടവ് കളരിയിൽ അത് എത്ര അടവായിരുന്നു? അത് ഇക്ലിയല്ല, ചെറിയൊരു മർമ്മപ്രയോഗം. ഞാനത് പതുക്കെ ഒന്ന് കാണിച്ചുള്ളൂ. ശരിക്കും കാണിച്ചാലും ഇവന് 1 വർഷം കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അവനൊന്ന് കാണിച്ചു കൊടുത്താ. ഒരു കളരിക്കാരന്, ഒരു ഗുരുവിന് ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? മനോശക്തി. അല്ല 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 ധൈര്യം. അല്ലല്ല മെയ് വഴക്കം. അല്ലല്ല അതൊന്നും അല്ല. ദക്ഷിണ. അതാണ് ഒരു ആശാന ഏറ്റവും ആദ്യം അത് വേണം. ശരിയല്ല. ദക്ഷിണയില്ലാതെ എന്തെങ്കിലും നടക്കും? ദക്ഷിണ ഞാൻ തരാം. എന്തെങ്കിലും ആടാ ദക്ഷിണ അത് നേരത്തെ തരണ്ടേ? ഞാൻ ഈ പങ്കപ്പാട് വല്ലതും കഴിപ്പിക്കായിരുന്നു. ഈ നവീൻ ചേട്ടാ ഇതൊന്നും പതിവില്ലല്ലോ. 10 പൈസ കൈ കൊണ്ട് നടക്കാത്ത നവീനാണ്. എനിക്ക് കളരി ഭയങ്കര ഇഷ്ടം. എനിക്ക് ദക്ഷിണ തന്ന സ്ഥിതിക്ക് നിനക്ക് ഞാൻ കളരിയുടെ ആദ്യ പാഠം ഞാനങ്ങ് പഠിപ്പിച്ചു തരാം. ആദ്യ പാഠം എല്ലാരും കണ്ടു പഠിച്ചോണം. കാരണം എല്ലാരെയും ഒപ്പം പഠിപ്പിക്കാൻ പറ്റില്ല എനിക്ക്. എനിക്കാണെങ്കിൽ കളരി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ തിട്ടിന്റെ വെള്ളം കയറുന്നത് ഇത് അതിന്റെ മുകളിലോട്ടാ. ഇതിന്റെ വെള്ളം കയറിയ ഞാൻ കയറണോ? അല്ല ഞാൻ കയറണം. ഞാൻ കയറാം. ഞാൻ വിളിച്ചു വരാം. ഞാൻ ഭയങ്കര ചൂടനാട്ടോ. പഠിക്കാനല്ലേ പറയുന്നത്? അത് ഇപ്പൊ തന്നെ ഇവനിങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ പഠിക്കാനത്? ഇല്ല ഗുരുക്കളെ കയറി റെഡി. ഗുരുക്കളല്ല ഗുരുക്കൾ. എന്നിട്ട് ഇങ്ങോട്ട് ചാടിക്കേ. ഞാൻ താഴോട്ട് ചാടണോന്നാ? ഇല്ലടാ, നീ ഇവിടുന്ന് മേളിലേക്ക് ചാട്. നിനക്ക് മേളിലേക്ക് ചാടാൻ അറിയാമോ? ഇല്ല അറിയില്ല. എന്നാ താഴേക്ക് ചാട്. അയ്യോ എന്റെ കാലോടിച്ചേ അമ്മേ. ചതിയല്ലേ? എന്റെ കാലോടി. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. കളരിയിലെ ആദ്യത്തെ പാഠമാണ് നിങ്ങൾ കണ്ടത്. എന്താ കളരിയിലെ ആദ്യത്തെ പാഠം. പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ആദ്യമായി കണ്ട ഒരാളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇത് ഒരു പാഠമായിരിക്കട്ടെ. ഇതാണ് കളരിയിലെ ആദ്യ പാഠം. അല്ല ഗുരുക്കളെ ഞാൻ എന്ത് ചെയ്യണം? നീയോ? നിനക്കിത് എല്ലാ കർക്കിടക മാസത്തിലും ഒരു മുതൽക്കൂട്ടായിട്ടിരിക്കട്ടെ. ഇതാ അപ്പൊ ഇനിയിപ്പോ അടുത്ത ആരെങ്കിലും ദക്ഷിണ തരാനുണ്ടെങ്കിൽ തരുവാണെങ്കിൽ. ഇല്ല ദക്ഷിണ ഇല്ല. അപ്പൊ ശരി, എന്നാ പോട്ടെ. ശരി. വാളെങ്കി വാള്, ആന പോകും പോലെ പോവാം. സൂപ്പർ. താങ്ക് യു വിൻ ചേട്ടാ. അപ്പഴേ കുടുകൂടെ ചിരിച്ചിരിച്ചിട്ട് പതുക്കെ നമ്മുടെ വയറ്റിൽ നീര് വീണോന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ലാന്നേ, ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് കൂട്ടുകയല്ലേ ചെയ്യാ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ. സേയിങ് ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.